നമസ്കാരം. വയസ്സുകാലത്ത് എവിടെയെങ്കിലും ഇരുന്നുകൂടെ കിളവാ എന്ന് ചോദിക്കുന്നവരുണ്ടാവാം, ചിന്തിക്കുന്നവരും കാണും. പക്ഷേ ജീവിത സായാഹ്നത്തിൽ ചില ഓർമ്മകളുണ്ട്, ചില സമ്പന്നമായ ഓർമ്മകളുണ്ട്. ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോഴും ഭൂവിനെ ആ വെളിച്ചത്തിൽ വെണ്മ ഞാൻ ഉളവാക്കിയെന്ന് ഒരു മഹാകവി പാടിയിട്ടുണ്ട്. അങ്ങനെ വെണ്മയൊന്നും ഉളവാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്രയും കാലം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല, ഭൗതികമായും അല്ലാതെ. പക്ഷേ വളരെ സമ്പന്നമായ ചില ഓർമ്മകൾ മനസ്സിലുണ്ട്. 150-150ഓളം കവിതകൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 34ഓളം നാടകങ്ങളും നൃത്തനാടകങ്ങളും എഴുതി 500ഓളം വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളുണ്ട്. 10-15 വർഷക്കാലം സാംസ്കാരിക രംഗത്തുണ്ടായിരുന്നു. കൊല്ലം കാവ്യകൗമുദി, തിരുവനന്തപുരം പൂജപ്പുര, കൊല്ലം വർക്കല, ആറ്റിങ്ങൽ, കുണ്ട്ര, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിലൊക്കെ കവിയരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആശാസ്മാരകത്തിലും ആശാൻ്റെ തോന്നയ്ക്കലും കായിക്കരയിലും ഒക്കെ വളരെ വർഷങ്ങളോളം പോകാനും അവിടുത്തെ കാവ്യാർത്ഥങ്ങളിൽ പങ്കെടുക്കുവാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ 10-25 വർഷത്തിന് മുൻപ് കായിക്കരയിൽ ആശാൻ്റെ വീണവോ അവതരിപ്പിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ പിന്നാലെ പറയാം. ഇന്നിപ്പോൾ വായന അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. വായന എല്ലാവരും വായിക്കണം, എന്തും വായിക്കണം. പഴയ കാലത്ത് കാലികന്മാരായ ശ്രീ തേർത്തല ബാലചന്ദ്രനും തലമുടി രാമചന്ദ്രനും ഇവർ രണ്ടുപേരും സ്വന്തം വേദികളിൽ നമ്മുടെ സമൂഹത്തിലെ പുതിയ തലമുറ വായിച്ചു കൊള്ളണം എന്ന് വളരെ ഉറപ്പിച്ച് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാം ഇന്നതെന്ന് പറയുന്നില്ല, നമ്മുടെ ഇതിഹാസങ്ങളും നമ്മുടെ പുരാണങ്ങളും മറ്റു പുസ്തകങ്ങളും എന്ത് കിട്ടിയാലും വായിച്ച് വളരുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകണമെന്ന് ഉത്കടമായി ആഗ്രഹിച്ച കലാകാരന്മാരും അന്നുണ്ടായിരുന്നു. എൻ്റെ വായനാനുഭവം തുടങ്ങുന്നത് ആദ്യം ജനയുഗം വാരികയാണ്. അതിൽ വിമൽ മിത്രയുടെ ബീഗം മേരി വിശ്വാസ് എന്ന ബംഗാളി നോവൽ, അതുപോലെ എൻ ഇ ബലറാമിൻ്റെ ഇന്ത്യൻ ബൂർഷ്വാസിയുടെ നിയമങ്ങൾ, കൃഷ്ണൻകുട്ടി എന്ന ഒരു സാഹിത്യകാരൻ്റെ പരമ്പര, അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന നിരവധി പരമ്പരകൾ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതിനുശേഷമാണ് മലയാള നാട് വാരികയിലോട്ട് എൻ്റെ ശ്രദ്ധ പതിയുന്നത്. അക്കാലത്താണ് കൃഷ്ണൻ നായർ സാറിൻ്റെ സാഹിത്യ പാരമ്പര്യം വായിച്ചു തുടങ്ങുന്നത്. ആ കാലത്ത് ഈ മലയാള നാട് വാരികയിൽ വന്ന ഒരു ചെറിയ കവിതയുണ്ട്. ആ കവിയെ എനിക്ക് പരിചയമില്ല. ഞാൻ അദ്ദേഹത്തെ വളരെ കാലം തിരയുകയും ചെയ്തു. കൊല്ലത്തൊക്കെ കാവ്യകൗമുദിയുടെ പ്രോഗ്രാമിന് പോകുമ്പോൾ പുഷ്പാംഗൻ എന്ന കവി ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കുമായിരുന്നു. പക്ഷേ 55 വർഷം മുമ്പ് ഞാൻ വായിച്ച കവിതയാണ്, പഠിച്ചത് കാണാതെ. പല വേദികളിലും ഞാൻ ഈ കവിത അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കവിതയുടെ പേര് ഞാൻ എന്നാണ്. അത് എഴുതിയ ആളുടെ പേര് പുഷ്പാംഗതൻ എന്നാണ്. ആ കവിത ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. കണ്ണുനീർ വീണ നിത്യജീവിത സത്യത്തിൻ്റെ കണ്ണുവാടത്തിൽ തപസ്സിരിക്കും മഹർഷി ഞാൻ. കണ്ണുനീർ വീണ നിത്യജീവിത സത്യത്തിൻ്റെ കണ്ണുവാടത്തിൽ തപസ്സിരിക്കും മഹർഷി ഞാൻ. ഉഗ്രവേദനയുടെ വെൺകളിമണ്ണാൽ ചാരു വിഗ്രഹം വാർത്തിടുന്ന ശില്പീന്ദ്രകുലോത്തമൻ. ഉഗ്രവേദനയുടെ വെൺകളിമണ്ണാൽ ചാരു വിഗ്രഹം വാർത്തിടുന്ന ശില്പീന്ദ്രകുലോത്തമൻ. നേരിയ ഒരനുഭൂതിതൻ മണക്കാട്ടിലൂടെ നേരിൻ്റെ തേരോടിക്കും സാഹസസാരഥി ഞാൻ. നേരിയ ഒരനുഭൂതിതൻ മണൽക്കാട്ടിലൂടെ നേരിൻ്റെ തേരോടിക്കും സാഹസസാരഥി ഞാൻ. ജീവിതം പിഴിഞ്ഞെടുത്ത ആത്മസത്തായാൽ ഓരോ ജീവിതമെഴുതുന്ന കവിപുങ്കവനിവൻ. ജീവിതമെഴുതുന്ന കവിപുങ്കവനിവൻ. മന്നിൽ യാതൊന്നുമേ സ്വന്തമായില്ലാത്തൊരു മന്നവൻ. മരിക്കാത്ത മനുഷ്യൻ മഹോന്നതൻ. മന്നിൽ യാതൊന്നുമേ സ്വന്തമായില്ലാത്തൊരു മന്നവൻ. മരിക്കാത്ത മനുഷ്യൻ മഹോന്നതൻ. നന്ദി, നമസ്കാരം.